ഒറ്റപ്പാലം എംഎൽഎയായ കെ പ്രേംകുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. പ്രേംകുമാർ, ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ഇവിടെ ഈ കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി എന്നത് നമുക്കെല്ലാവർക്കും അറിയാം, അതൊരു കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളുടെ ഒരു സൃഷ്ടിയാണ്. പക്ഷേ ഈ വലതുപക്ഷ സാമ്പത്തിക വിദഗ്ധരെല്ലാം ചൂണ്ടിക്കാട്ടുന്നൊരു വസ്തുത എന്തെന്നാൽ, ഈ കേരളം മറ്റൊരു സംസ്ഥാനങ്ങളും നൽകാത്തത്ര രീതിയിലുള്ള ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നു. അതുപോലെ സബ്സിഡി, ഏറ്റവും കൂടുതൽ സബ്സിഡി നടപ്പിലാക്കുന്നു. വിദ്യാഭ്യാസം, അതുപോലെ ആരോഗ്യ, ഈ മേഖലകളിലൊന്നും തന്നെ ഒരു സംസ്ഥാന സർക്കാരിന് താങ്ങാവുന്നതിലും എത്രയോ അധികം ഭാരം ഈ സംസ്ഥാന സർക്കാർ ഏറ്റുവയ്ക്കുകയാണ്. ഇതാണ് കേരളം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു യഥാർത്ഥ കാരണമായി വലതുപക്ഷ സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ മനോരമ ദിനപത്രമെല്ലാം തന്നെ അടുത്ത കാലത്ത് സംഘടിപ്പിച്ചിരുന്ന ഒരു ചർച്ചയിലും ആ ചർച്ചയെ തുടർന്ന് അവർ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടുകളിലെല്ലാം തന്നെ അവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇതാണ്. ഇതുമായി സമരസപ്പെട്ടുകൊണ്ട് ഈ കേരള സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കുമോ? അതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. ആ ഒരു വിഷയത്തെ എങ്ങനെയാണ് ഈ ബജറ്റ് അഡ്രസ്സ് ചെയ്യുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ സംസ്ഥാനം 56-ൽ സംസ്ഥാനം രൂപീകരിച്ച് 57-ൽ ആദ്യ ഗവൺമെൻറ് ഉണ്ടാക്കുന്ന സമയത്ത് ഇന്ത്യയിൽ വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യരംഗത്തും സാമൂഹ്യ സുരക്ഷാ രംഗത്തുമൊക്കെ ഏറ്റവും പിറകിൽ നിന്നിരുന്ന സംസ്ഥാനമായിരുന്നു കേരളം. അങ്ങനെ ഒരു നാട് എങ്ങനെയാണ് ഇന്ത്യയിൽ വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യരംഗത്ത്, സാമൂഹ്യ സുരക്ഷാ രംഗത്തൊക്കെ രാജ്യത്തിനും ലോകത്തിനും മാതൃകയായി മാറിയത് എന്ന് നാം പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. സാമൂഹ്യ സുരക്ഷാ നടപടികളിൽ നിന്ന് പിന്തിരിയുക എന്നത് ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഒരിക്കലും ആലോചനയ്ക്ക് വിധേയമാക്കാൻ പോലും കഴിയുന്ന ഒരു സംഗതിയല്ല. നമുക്കറിയാൻ സാധിക്കും, നമ്മുടെ നാടിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളെ ശരിയായ ദിശയിൽ മുന്നോട്ട് നയിക്കാനും ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിൽ വരെ ആശ്വാസം നൽകാനും ആത്മവിശ്വാസം നൽകാനും കഴിയുന്ന നടപടികളാണ് എക്കാലത്തും ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ളത്. അതാണ് ഇടതുപക്ഷത്തിൻ്റെ വ്യത്യസ്തത എന്ന് പറയുന്നത്, ബദൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ കേരളം പോലെ ഒരു സംസ്ഥാനം രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ നയങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി എങ്ങനെ ജനങ്ങൾക്ക് ബദലുയർത്തി മുന്നോട്ട് പോകാൻ ഈ ഗവൺമെൻറ്റിനെ ഒരു ഉപകരണമാക്കാം എന്നുള്ളതാണ്, അത് തെളിയിക്കാനുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാനാകും, നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരോഗ്യ സ്ഥാപനങ്ങൾ, ഇപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ, അതെല്ലാം അല്ലേ കേരളത്തെ മറ്റ് ഇടങ്ങളിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമാക്കുന്നത്. ഇപ്പോൾ ആയുർദൈർഘ്യത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നത്, അതിലെല്ലാം ഏത് ഗവൺമെൻറ്റാണ് യഥാർത്ഥത്തിൽ പങ്കുവച്ചിട്ടുള്ളത്? ആരാണ് അത്തരം ഒരു വീക്ഷണം നമ്മുടെ നാടിന്, സമൂഹത്തിന് നൽകിയിട്ടുള്ളത്? അപ്പോൾ ഏറ്റവും ആയുർദൈർഘ്യം കുറഞ്ഞ സമൂഹമായിരുന്നു 57കളിൽ കേരളം. ആ കേരളം ഇന്ന് രാജ്യത്ത് തന്നെ ഏറ്റവും ഉയർന്ന ആയുർദൈർഘ്യമുള്ള സമൂഹമായിട്ട് മാറി. ഇതിൻ്റെ ഒരു ചോദ്യം എന്തെന്നാൽ, അതെ, നിങ്ങളതെല്ലാം കൈവരിച്ചു, കേരളം നല്ല പുരോഗതി കൈവരിച്ചു, എല്ലാം സമ്മതിക്കുന്നു, പിന്നെ എന്തിനാണ് കേന്ദ്ര സഹായം? ഇതാണൊരു ചോദ്യം. അല്ല, അതെ, അവിടെയാണ് ഞാൻ പറയുന്നത്. കേരളം പോലെ ഒരു സംസ്ഥാനം ₹1 ചെലവഴിക്കുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാൽ പറയുകയുണ്ടായി, ₹1 സംസ്ഥാനം റവന്യൂ ചെലവായി അത് നിർവഹിക്കുമ്പോൾ 63 പൈസയും സംസ്ഥാനം ഉണ്ടാക്കിയെടുക്കുകയാണ്. ഈ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇൻകം ടാക്സ് ഏറ്റവും പ്രധാനപ്പെട്ട നികുതി ഏതാ? ഇപ്പോൾ നമ്മൾ ഓരോ മണ്ഡലത്തിലും അല്ലെങ്കിൽ ഓരോ പഞ്ചായത്തിലും നമുക്ക് എടുത്താൽ ഒരുപക്ഷെ എണ്ണത്തിൽ കൂടുതലുണ്ടോ കുറവുണ്ടോ എന്നുള്ളതല്ല, താരതമ്യേന കുറവായിരിക്കാം. പക്ഷേ ആദായ നികുതി കൊടുക്കുന്ന ആളുകളുടെ ആ അളവ്, വോളിയം, അതിൻ്റെ സമ്പത്തിൻ്റെ അളവ്, നികുതിയുടെ അളവ് എത്രമാത്രമുണ്ട്? ആ ആദായ നികുതി കേരളത്തിൽ നിന്ന് പിരിക്കുന്നില്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ നികുതിയും പിരിക്കുന്നത് രാജ്യത്തെ യൂണിയൻ ഗവൺമെൻറ് അല്ലേ? ആ യൂണിയൻ ഗവൺമെൻറ്റിന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സ്വാഭാവികമായുമുള്ള ന്യായമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ മുൻകൈയെടുക്കേണ്ടതില്ലേ? അതിന് പിന്തുണ നൽകേണ്ടതില്ലേ? ഇപ്പോൾ ഒന്നാമതായി എടുക്കാം, അതിദരിദ്രരില്ലാത്ത കേരളം. രാജ്യത്തിന് മാതൃകയായിട്ട് ഒരു സംസ്ഥാനം അതിദരിദ്രരില്ലാത്ത കേരളമായി ഒരു സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കും ഈ നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ എന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകല്ലേ? അങ്ങനെ പോകുമ്പോൾ ആ മുന്നോട്ട് പോക്കിൻ്റെ ഗതിവേഗം വർദ്ധിപ്പിക്കാൻ ഇതാ ഞങ്ങളുടെ പിന്തുണ എന്നല്ലേ പറയേണ്ടത്? ഇപ്പോൾ കാർഷിക മേഖലയിൽ താരതമ്യേന സാധ്യത കുറഞ്ഞൊരു നാടാണ് കേരളം.
അത്തരമൊരു നാടിന് നേരത്തെയുള്ള കരാറുകളൊക്കെ അവിടെ നിൽക്കട്ടെ, അത്തരമൊരു നാടിന് ഇതാ ഞങ്ങളുടെ പിന്തുണ സഹായം ഇതാ. ഈ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ സ്വാഭാവികമായും ഇത്തരത്തിൽ നാണ്യവിളകളിലൂടെ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന, വിദേശ നാണ്യം നേടിത്തരുന്ന ഒരു സംസ്ഥാനത്തിന് ഞങ്ങളുടെ പരിഗണന ഇതാ എന്ന് പറയണ്ടേ? അപ്പോൾ നാടിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് ലോകത്തിനും രാജ്യത്തിനും മാതൃകയാകുന്ന ഒരു സ്റ്റേറ്റിന് അവർ മുന്നോട്ട് വയ്ക്കുന്ന ഈ ബദൽ കാഴ്ചപ്പാടിന് ഞങ്ങളുടെ പിന്തുണ ഇതാ എന്ന് പറയണ്ടേ?